ഓവൽ ടെസ്റ്റിൽ ഇന്ത്യക്ക് ത്രസിപ്പിക്കുന്ന ജയം 6 റൺസിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. മുഹമ്മദ് സിറാജിന് 5 വിക്കറ്റാണ്, പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് 4 വിക്കറ്റും. രുജീഷ് വി രവീന്ദ്രനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. രുജീഷ്, എന്തായാലും ഒരു അതിനാടകീയമായിട്ടുള്ള മത്സരം നിമിഷങ്ങളിലൂടെ തന്നെയാണ് കടന്നുപോയത്. ഒരു സിനിമ കണ്ട ഫീലാണ് എന്നാണ് പല ആളുകളും ഇതിനുശേഷം പ്രതികരിച്ചതും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മത്സരത്തിൻ്റെ അതിൻ്റെ ക്ലൈമാക്സിനെയൊക്കെ നോക്കിക്കാണുന്നത്? ക്ഷമിക്കണം രുജീഷ് അല്ല, മനീഷാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. മനീഷ് പറയാം. സ്വാതി, ഇന്ന് 5-ാം ദിനം ഓവൽ ടെസ്റ്റ് ആരംഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിന് മുന്നിൽ 4 വിക്കറ്റുകൾ കയ്യിലിരിക്കെ കേവലം 35 റൺസ് മാത്രമാണ് വിജയലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. എല്ലാവരും തന്നെ ക്രിക്കറ്റ് പണ്ഡിതന്മാരും അങ്ങനെ ഇന്ത്യൻ ആരാധകർ പോലും ഈ ഒരു വിജയം ഇംഗ്ലണ്ട് എപ്പം നേടിയെടുക്കും എന്നുള്ളത് മാത്രമായിരുന്നു ആലോചിച്ചത്. കാരണം അത്രയേറെ ഇംഗ്ലണ്ട് വിജയിക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന മത്സരമാണ്. പക്ഷേ അവിടെ നിന്നാണ് ഇന്ത്യയുടെ ഒരു ശക്തമായ തിരിച്ചുവരവുണ്ടായി. ഇന്ത്യയുടെ യുവനിരയുടെ ഒരു ശക്തമായ തിരിച്ചുവരവ്. അവിടെ ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ചത് മുഹമ്മദ് സിറാജാണ്. ഇന്നലെ ഹാരി ബ്രൂക്ക് കേവലം 19 റൺസ് നിൽക്കുമ്പോഴാണ് സിറാജ് അദ്ദേഹത്തിനെ കൈവിടുന്നതും ശേഷം ഒരു സെഞ്ചുറിയിലേക്ക് ഹാരി ബ്രൂക്ക് പോകുന്നത്. അതാണ് ഇന്ത്യയെ ഒരു മത്സരത്തിൽ നിന്ന് പിന്നോട്ടടിക്കാൻ പ്രധാനമായ കാര്യം. അപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു അധിക്ഷേപം മുഹമ്മദ് സിറാജ് നേരിടുകയും ചെയ്തു. അവിടെ നിന്നാണ് ഒരു സിറാജിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇന്നത്തെ ഒരു സെഷനിൽ ആദ്യ സെഷനിൽ തന്നെ കാണുന്നത്. സിറാജ് 5 വിക്കറ്റ് നേടിയതോടെ ഇന്ത്യ ഒരു ചരിത്ര വിജയം എത്തിപ്പിടിക്കുകയായിരുന്നു. 35 റൺസ് മാത്രം ഇന്ന്, അതായത് ഒരു ദിവസം മുഴുവൻ ബാക്കി നിൽക്കെ 35 റൺസ് മാത്രം വേണ്ടിയിരുന്ന ഇംഗ്ലണ്ടിന് 28 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. അങ്ങനെ 374 എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് പിന്തുടർന്ന ഇംഗ്ലണ്ട് പിന്നീട് പുറത്താകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. 6 റൺസിൻ്റെ ഒരു നാടകീയമായ വിജയമാണ് ഇന്ത്യക്ക് നേടാനായത്. ഈ വിജയത്തോടുകൂടി തന്നെ ഇന്ത്യക്ക് ഈ ഒരു ആൻഡേഴ്സൺ സച്ചിൻ ടെണ്ടുൽക്കർ ഈ ട്രോഫി സമനിലയാക്കാനും കഴിഞ്ഞു. എന്തായാലും അടിമുടി നാടകീയത നിറഞ്ഞൊരു മത്സരമായിരുന്നു ഇതെന്ന് തന്നെ പറയാം. കാരണം ഒരു ഘട്ടത്തിൽ ഇന്ത്യ ആദ്യ ഇന്നിങ്സിൽ നേരത്തെ വലിയ ഒരു സ്കോർ കണ്ടെത്താതെ പുറത്താകുന്നു. അവിടെ നിന്ന് ഇംഗ്ലണ്ട് ബെസ്റ്റ് ബോൾ സ്റ്റൈലിൽ ബാറ്റ് വീശുന്നു. ഇന്ത്യക്കെതിരെ ഒരു വലിയ ലീഡിലേക്ക് അവർ കടക്കുമെന്ന് കരുതുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ബോളർമാർ ശക്തമായി തിരിച്ചു വരുന്നു. അവിടെയും മുഹമ്മദ് സിറാജിൻ്റെ ഒരു 4 വിക്കറ്റ് പ്രകടനമാണ് ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഇന്ത്യയെ അതിവേഗത്തിൽ പുറത്താക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ഇംഗ്ലണ്ട് ബോൾ ചെയ്ത് തുടങ്ങുന്നത്. പക്ഷേ ഇന്ത്യ അവിടെ നിന്ന് ശക്തമായി ബാറ്റ് ചെയ്യുന്നു. ഒടുവിൽ 9ാമത്തെ വിക്കറ്റിൽ വാഷിംഗ്ടൺ സുന്ദർ അർദ്ധ സെഞ്ചുറി നേടുന്നു. തുടരെ സിക്സുകൾ നേടി ഒരു മനീഷ്, എന്തായാലും അതിനാടകീയമായ ഒരു മത്സരം, അതിനൊടുവിൽ ഇംഗ്ലണ്ടിനെ ഇന്ത്യ വീഴ്ത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് മനീഷ മാത്യു നൽകിയത്.